Hello dear students, welcome again to computer science class. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ ഫിഫ്ത്ത് ലെസൺ തുടങ്ങി. ഫിഫ്ത്ത് ലെസൺ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ 2 വീഡിയോസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 3ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുക. നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലിസ്റ്റ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് HTML നമുക്ക് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് ഡാറ്റേനെ, അതായത് നമ്മുടെ വെബ് പേജിൽ ഡാറ്റേനെ ലിസ്റ്റ് ചെയ്തിട്ട് കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെബ് പേജിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയായിരുന്നു നമുക്ക് അറിയാം, 3 ടൈപ്പിലുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, ഓർഡേർഡ്, അൺഓർഡേർഡ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. അത് ഓരോന്നും എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ ജസ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് എന്ത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്, നെസ്റ്റഡ് ലിസ്റ്റ്. ദെൻ വേറൊരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിയേറ്റിംഗ് ലിങ്ക്, അതായത് ലിങ്ക്സ് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നെസ്റ്റഡ് ലിസ്റ്റിന് മുന്നേ നമുക്കറിയാം ലിസ്റ്റ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കുറേ ടൈപ്പിലുള്ള ലിസ്റ്റ് ഉണ്ട്. നമ്മൾ HTML പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് 3 ടൈപ്പിലുള്ള ലിസ്റ്റാണ്: ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഇത് ഓരോന്ന് എന്താണെന്ന് നമ്മൾ നോക്കിയില്ലേ. ഓർഡേർഡ് ലിസ്റ്റ് എന്തായിരുന്നു, അതായത് ലിസ്റ്റിൽ നമുക്ക് എന്താ ഡാറ്റ അങ്ങനെ നമ്പർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടില്ലേ ഐറ്റംസിനെ. അപ്പോൾ ഓരോന്നിനും, അതായത് ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്, അൺഓർഡേർഡിന് ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്, ദെൻ ഡെഫിനിഷൻ ലിസ്റ്റിന് ഏത് ടാഗാന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളതും കണ്ടു. ഇവിടെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ നെസ്റ്റഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നെസ്റ്റഡ് ഫോം അല്ലേ, നമുക്കറിയാം നെസ്റ്റഡ് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. നെസ്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കോമ്പിനേഷൻസ് അല്ലേ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഫോം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ലിസ്റ്റ് ഐറ്റം, അതായത് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വേറൊരു ലിസ്റ്റിനെ കണ്ടെയ്ൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ലിസ്റ്റുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ഓർഡേർഡ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് അല്ലേ. ഇതിൽ തന്നെ നമ്മൾ എന്താ, ഏതെങ്കിലും ഒരു ലിസ്റ്റ്, അതായത് ഓർഡേർഡ് ലിസ്റ്റോ അൺഓർഡേർഡ് ലിസ്റ്റോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു അനദർ ലിസ്റ്റിനെ കണ്ടെയ്ൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ്. അതായത് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്. അതായത് ലിസ്റ്റ് ഓഫ് ഐറ്റംസിന് അല്ലേ, നമുക്കറിയാം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഈ ഐറ്റംസിനെ എങ്ങനെ കൊടുക്കാം നമുക്ക്, ഈ ഓരോ ഐറ്റംസും ചിലപ്പോൾ എന്തായിരിക്കാം, വേറൊരു ലിസ്റ്റായിട്ടായിരിക്കാം വരുന്നുണ്ടായിരിക്കുക. അതായത് കോമ്പിനേഷൻ ഓഫ് ലിസ്റ്റുകൾ, അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കുക, അതിന് എക്സാമ്പിൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് HTML കോഡ് അല്ലേ. HTML സ്റ്റാർട്ട് ചെയ്തു, ഹെഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ടൈറ്റിൽ ചെയ്തു നമ്മൾ അല്ലേ, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ചെയ്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്തു, ബോഡി ടാഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ എന്ത് കൊടുത്തു നമ്മൾ, BG കളർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ലേ. BG കളർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഇറ്റ് ഈസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ബോഡി ടാഗ് അല്ലേ, ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആയിരുന്നു. അപ്പോൾ അതിന് കൊടുക്കുന്ന വാല്യൂ നമ്മൾ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, കളർ നെയിം കൊടുക്കാം, ഓർ മേ ബി ഇറ്റ് ഈസ് എ ഹെക്സാഡെസിമൽ നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അതായത് കളറിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ കോഡ്. ഓക്കെ, ദെൻ H2 എന്ന് പറഞ്ഞ ടാഗ് എന്തിനായിരുന്നു, ഹെഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. H2 എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തു, അതിലെന്ത് പറഞ്ഞു, അലൈൻ ഈക്വൽ ടു സെൻറ്റർ. അപ്പോൾ ഹെഡ് ടാഗിൻ്റെ ഒരു എന്താ ആട്രിബ്യൂട്ട് ആണ് എന്ത്, അലൈൻ അല്ലേ. എന്തിനു വേണ്ടിയിട്ട്, അലൈൻമെൻറ്റ് പറയാൻ വേണ്ടി, അതായത് പൊസിഷൻ പറയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ സെൻറ്റർ ആണ്, അതായത് നമ്മൾ കൊടുക്കണ ഹെഡിങ്, H2ൻ്റെ ഉള്ളിൽ കൊടുക്കണ ഹെഡിങ് എന്തായിരുന്നു, ഹെഡിങ് കൊടുത്തത് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. അതിനെന്താക്കി വന്നു, അത് സെൻറ്ററിൽ വരാനാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നമ്മളെന്താ ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിലെന്താ, കൺസിഡർ ദ ഡിവൈസസ് ഫോർ എ കമ്പ്യൂട്ടർ, വി ക്യാൻ ലിസ്റ്റ് സം ഓഫ് ദം ആസ് ഫോളോസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ട ഡിവൈസുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത്, OL ടാഗ് അല്ലേ. OL ടാഗ് എന്തിനായിരുന്നു, ഫോർ ഓർഡേർഡ് ലിസ്റ്റ് അല്ലേ. ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്ത്, OL ടാഗ്. അപ്പോൾ OL ടാഗ്, OL ലിസ്റ്റ്, അതായത് ഓർഡേർഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്പർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് അല്ലേ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏത് സ്റ്റാർട്ടിങ് നമ്പർ ഏത് വേണമെങ്കിലും വരാം. എന്തായാലും നമുക്ക് എന്താ ഓർഡേർഡ് ആയിട്ട്, അതൊരു സ്പെസിഫിക് ഓർഡറിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ OL എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു, LI എന്ന് പറഞ്ഞ ടാഗ്. LI ടാഗ് എന്തിനായിരുന്നു, ലിസ്റ്റ് ഐറ്റംസ്, അതായത് നമ്മുടെ ലിസ്റ്റിലേക്ക് വരേണ്ട ഐറ്റംസിനെ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഐറ്റം ആയിട്ട് എന്ത് കൊടുത്തു, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കുക, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് കണ്ട, നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നു, ഇൻപുട്ട് ഡിവൈസസ് കൊടുത്തു. അതായത് ഓർഡേർഡ് ലിസ്റ്റിൽ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നു, ഇൻപുട്ട് ഡിവൈസസ്. ദെൻ അതിന് ശേഷം എന്ത് വന്നു, ആ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അതിൽ ഐറ്റംസ് ആയിട്ട് എന്താ വരുന്നത്,
അല്ലേ? അതിൽ ഒരു ഐറ്റമാണ് എന്ത് നമ്മളുടെ ഇൻപുട്ട് ഡിവൈസസ്. അതിനുശേഷം ഇനി എന്താ വരുന്നത്? കീബോർഡ്, മൗസ്, സ്കാനർ അങ്ങനെ പറഞ്ഞിട്ട് എന്താ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ലിസ്റ്റാ? ഇറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് അല്ലേ? ബുള്ളറ്റഡ് ഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താ അൺഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓയിൽ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ കണ്ട, ഓയിൽ ടാഗ് ക്ലോസ് ചെയ്തിട്ടില്ലേ? ഓയിൽ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ UL എന്ന് പറഞ്ഞ ലിസ്റ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ടാണ്, അതിൻ്റെ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? അതായത് LI ടാഗ് യൂസ് ചെയ്തിട്ട് കീബോർഡ്, മൗസ്, സ്കാനർ അല്ലേ, മൈക്ക്, അതായത് MICR എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തു. ഇതൊക്കെ എന്താണ്? ബുള്ളറ്റഡ് ഫോമിലാണ് വരുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ്. ദെൻ ആ ലിസ്റ്റിനെ നമ്മൾ എന്ത് UL ടാഗിനെ ക്ലോസ് ചെയ്തു, അതായത് അൺഓർഡേർഡ് ലിസ്റ്റിനെ ക്ലോസ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ? എഗെയിൻ ഇനി രണ്ടാമത്തെ ഐറ്റം, അതായത് ഓർഡേർഡ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസുകൾ കഴിഞ്ഞു. ഇനി എന്ത് വരണം നമുക്ക്? ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ? ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം, വന്നിട്ടുള്ള വിൻഡോ നോക്കാം. ഇതിലെന്താ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് എന്താ 2 ആണ് അല്ലേ? നമ്പർ ചെയ്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താ ഇറ്റ് ഈസ് ആൻ എന്താ ഓർഡേർഡ് ലിസ്റ്റിൽ ഓയിൽ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഓയിൽ ടാഗിൻ്റെ ലിസ്റ്റ് ഐറ്റം ആയിട്ട് എന്ത് ചെയ്തു? LI ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇനി ഔട്ട്പുട്ട് ഡിവൈസിന് എങ്ങനെ വരണം? നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിലാണ് വരേണ്ടത് അല്ലേ? അൺഓർഡേർഡ് ലിസ്റ്റിൽ വരണം. അതുകൊണ്ട് തന്നെ UL അല്ലേ? അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UL എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തു. അതിൻ്റെ എന്താ ആട്രിബ്യൂട്ടാണ് എന്ത്? ടൈപ്പ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ സ്പെസിഫൈയിങ് ഇറ്റ്സ് സ്റ്റൈൽ ഓർ കസ്റ്റമൈസിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഡിസ്ക് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അതായത് ആ ബുള്ളറ്റിൻ്റെ അല്ലേ ഒരു ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ഈക്വൽ ടു എന്ത്? സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കണ്ട പ്രിൻ്റർ, മൗസ്, മോണിറ്റർ അതൊക്കെ പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കറൊക്കെ എന്തിൽ വന്നു? സ്ക്വയർ ബുള്ളറ്റഡ് ഫോമിൽ വന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൽ ടൈപ്പ് സ്ക്വയർ ആക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? LI ടാഗ് വെച്ചിട്ട് അതിലേക്ക് ലിസ്റ്റ് ഐറ്റംസിനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ UL ടാഗ് ക്ലോസ് ചെയ്ത്, അതായത് അൺഓർഡേർഡ് ലിസ്റ്റിനെ ക്ലോസ് ചെയ്യുക. ദെൻ അഗെയിൻ ഇനി എന്ത് നമുക്ക് ഒരെണ്ണം കൂടിയും വരണം അല്ലേ? അതായത് LI ടാഗിൽ എന്ത് കൊടുത്തു? മെമ്മറി ഡിവൈസസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം നമുക്ക് എത്ര? 3 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റ് അല്ലേ? ഓർഡേർഡ് ലിസ്റ്റിൽ പിന്നെ എന്താ? ഓർഡേർഡ് ലിസ്റ്റിൻ്റെ താഴെ അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്, അതിൻ്റെ ഐറ്റംസ് ആയിട്ട് വരുന്നത് എന്താ? ഇറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വന്ന് പറയുന്നത് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്, നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിസ്റ്റിലെ ഐറ്റംസ് മേ ബി കണ്ടെയ്ൻ അനദർ ടൈപ്പ് ഓഫ് ലിസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്, അതായത് എങ്ങനെയാണ് HTML ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ, അതായത് നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് ആണ് കാണിക്കുന്നത്. പല ടൈപ്പിലുള്ള ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അതേപോലെയുള്ള ഒരു ലിസ്റ്റിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടാഗുകൾ എന്തിനു യൂസ് ചെയ്യുന്നു, അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ? ലിസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്, അതായത് HTML ലിസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ആയിട്ടും പ്രാക്ടിക്കലിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രോഗ്രാം ഉണ്ട്, HTML കോഡ് ഉണ്ട്, അത് നന്നായിട്ടൊന്ന് നോക്കുക, പഠിക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആയിരുന്നു എന്ത്? ക്രിയേറ്റിംഗ് ലിങ്ക്സ് ഇൻ HTML. HTML എങ്ങനെയാണ് നമ്മൾ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് ഒരു ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യാത്ത വെബ് പേജുകൾ ഉണ്ടാവില്ല അല്ലേ? എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് 1-2 സൈറ്റിലെങ്കിലും നമ്മൾ കയറുന്നുണ്ടായിരിക്കും ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ എലമെൻറ്റ്, ഒരു എലമെൻ്റ് ആണ്. എന്തിട്ട്? മേ ബി എ ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിരിക്കാം അല്ലേ? ഇന്നേ വെബ് പേജിൽ വരുന്നൊരു ടെക്സ്റ്റോ ഇമേജോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്തിലേക്ക് വേണോ? മൂവ് ടു അനദർ ഡോക്യുമെൻ്റ് ഓർ അനദർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻ്റ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് വന്നു, അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ എന്തോ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? മൂവ് ടു അനദർ ഡോക്യുമെൻ്റ്, ഒന്നില്ലെങ്കിൽ വേറൊരു വെബ് പേജിലേക്കായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെൻറ്റിലേക്കായിരിക്കും പോകണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൻ്റെ തന്നെ എന്താ വേറൊരു സെക്ഷൻ, അനദർ സെക്ഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ലിങ്ക് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഹൈപ്പർ ലിങ്ക് അലൗസ് വിസിറ്റേഴ്സ് ടു നാവിഗേറ്റ് ബിറ്റ്വീൻ വെബ്സൈറ്റുകൾ അല്ലേ? നമുക്ക് എന്താ ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് നാവിഗേഷനാണ് പറ്റുന്നത്, അതായത് മൂവ് ചെയ്യാൻ, ജമ്പ് ചെയ്യാനാണ് പറ്റുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മളെങ്ങനെയാണ് അത് ജമ്പിങ് നടക്കണം, ഒന്നില്ലെങ്കിൽ നമ്മളെന്താ ജസ്റ്റ് ആ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ആ ഫ്രേസുകളിൽ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വേർഡ്സുകളെ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഇമേജുകളെ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കാം അല്ലേ. നമ്മൾ ജസ്റ്റ് ലിങ്ക് നമുക്കറിയാം, നമ്മളെ കേഴ്സർ അതായത് മൗസും ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ഇമേജിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിന് കളർ ചേഞ്ച് അല്ലേ, ആ മൗസ് പോയിന്റ് ഹാൻഡ് സിമ്പിളായിട്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അവിടെ എന്താ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹൈപ്പർ ലിങ്ക് അല്ലേ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, അത് ചിലപ്പോൾ ഒരു ഇമേജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതായിരിക്കാം. എന്ത് തന്നെയായാലും അതെന്താ നാവിഗേഷനാണ് അല്ലേ, ടു അനദർ വെബ് പേജ് ഓർ വെബ്സൈറ്റ് അല്ലേ. അപ്പോൾ ഈ ഹൈപ്പർ ലിങ്കുകളെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൾസോ റെഫേർഡ് ആസ് ലിങ്ക്. ഓക്കെ, ഹൈപ്പർ ലിങ്ക്സ് ആർ ഓൾസോ റെഫേർഡ് ആസ് ലിങ്ക്സ്. ഇത്രയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്താ അല്ലെങ്കിൽ ലിങ്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മളെങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? HTML നമുക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ ഒരു വെബ് പേജിൽ നമുക്ക് എന്താ, ആ വെബ് പേജിൽ നിന്നുകൊണ്ട് നമുക്ക് വേറൊരു വെബ് പേജിലേക്കോ അല്ലെങ്കിൽ ഈ വെബ് പേജിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്കോ നമുക്ക് നാവിഗേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ്, ഏത് ടാഗാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നതെന്നാണ് ഇനി നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ HTML നമ്മൾ ആങ്കർ ടാഗ്, എന്ന് പറഞ്ഞ ടാഗ്, അതായത് ആങ്കർ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞ ടാഗാണ് എന്ത്, പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റി ടു പ്രൊവൈഡ് ഹൈപ്പർ ലിങ്ക്സ്. ഹൈപ്പർ ലിങ്കിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ, അതായത് ആങ്കർ ടാഗ് എന്ന് പറഞ്ഞ ടാഗാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ, ഓരോ ടാഗ് ഉണ്ടെങ്കിൽ അതിനെന്തായാലും എന്താ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ടാഗിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആങ്കർ ടാഗ്. ഓക്കെ, എനിത്തിങ് ബിറ്റ്വീൻ ദ ടാഗ് പെയർ ആങ്കർ ടാഗ് ഈസ് എൻക്ലോസ്ഡ് ആസ് എ ഹൈപ്പർ ലിങ്ക്. ഓക്കെ, നമ്മൾ ഈ ആങ്കർ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണ എന്താണോ, ഇമേജ് ആയിരിക്കാം, ടെക്സ്റ്റ് ആയിരിക്കാം, എന്ത് തന്നെയായാലും അതിനെ HTML എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഒരു ഹൈപ്പർ ലിങ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ href അതായത് നമ്മൾ പറഞ്ഞ എന്താ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു ടാഗ് ഉണ്ടെങ്കിൽ അതിന് എന്തായാലും ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആങ്കർ ടാഗ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് href മീൻസ് ഹൈപ്പർ റെഫറൻസ് എന്നുള്ള മീനിങ്. അതായത് ഹൈപ്പർ റെഫറൻസ്, ഹൈപ്പർ ലിങ്കിലെ ഇന്ന് വേറൊരു റെഫറൻസ് ആണ് അത് കൊടുക്കുന്നത്. ആ റെഫറൻസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാവിഗേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ റെഫറൻസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ റെഫറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് എന്ത്, href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഓക്കെ, href അതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക്, അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായാലും ഒരു വാല്യൂ കൊടുക്കണം അല്ലേ. അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്, എന്ത്, കറസ്പോണ്ടിങ് URL എന്താണെന്ന് നമുക്കറിയാം. URL മീൻസ് എന്താ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലേ, ഒരു ലൊക്കേഷൻ, അതായത് ഇന്ന പ്ലേസിലേക്ക് നാവിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു URL ആണ് നമുക്ക് എന്ത്, ഇതിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ആങ്കർ ടാഗ് യൂസ് ചെയ്തു അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ. ആങ്കർ ടാഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ, ബ്രൗസറിന് മനസ്സിലാവും ഇറ്റ് ഈസ് എ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ആങ്കർ ടാഗ് കൊടുത്തു, അതിൻ്റെ എന്ത് നമ്മൾ പറഞ്ഞു, href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഹൈപ്പർ റെഫറൻസ്, href ഈക്വൽ ടു അതിൻ്റെ വാല്യൂ ആയിട്ട് എന്താ കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മൾ URL അല്ലേ. അതായത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ, എവിടേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ജമ്പ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ എന്ത് ആങ്കർ ടാഗിൻ്റെ hrefൻ്റെ വാല്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന URL എന്തുട്ടാ, http www.dhsckerala.gov.in. അതായത് നമ്മളുടെ സൈറ്റ്, ഹയർ സെക്കൻഡറിയുടെ സൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ വെബ് പേജിൽ. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കൊടുക്കാൻ ഹൈപ്പർ ലിങ്കിൻ്റെ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഹൈപ്പർ ലിങ്കിന്. ഓക്കെ, ഈ ഹയർ സെക്കൻഡറി കണ്ട ആങ്കർ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കണു, ഹയർ സെക്കൻഡറിന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ദെൻ അതിന് ശേഷമാണ് എന്ത് ആങ്കർ ടാഗിൻ്റെ എൻഡിങ് കാണിക്കുന്നത്, ക്ലോസിങ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞത് അതാണ് നമുക്ക് ലിങ്ക് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോവും, എവിടെയാണോ നമ്മൾ റെഫറൻസ് കൊടുത്തിരിക്കുന്നത്, എന്താണോ നമ്മൾ URL കൊടുത്തിരിക്കുന്നത്, അതിലേക്ക് എന്ത് നാവിഗേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതിലേക്ക് പോവും, DHSC അതായത് ഹയർ സെക്കൻഡറിയിലെ കറസ്പോണ്ടിങ് വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, HTMLൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കൈൻഡ്ലി ക്ലിക്ക് ദ വേർഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് കാണുന്നുണ്ട് നമ്മൾ അല്ലേ. ഇതാണ് നമ്മുടെ എന്ത് ലിങ്ക് എന്ന് പറയുക, ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുള്ള കാരണമാണ് അവിടെ
കളർ ചേഞ്ച് വന്നത്. ഇവിടെ നമുക്ക് അറിയാം മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ അല്ലേ മൗസ് പോയിന്റർ എന്തായി മാറിയിട്ടുണ്ടാവും, ഒരു ഹാൻഡ് ഷേപ്പ് സിമ്പിളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വെബ് പേജ് നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ വെബ് പേജിൽ നിന്ന് ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ വെബ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ റെഫറൻസ് കൊടുത്തതിന് ശേഷം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞോടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് കറസ്പോണ്ടിങ് ഹയർ സെക്കൻഡറിയുടെ സൈറ്റിലേക്ക് പോകുന്നത്. ഇതുപോലെ നമുക്ക് നമ്മളുടെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ലിങ്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്താണോ ലിങ്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റെഫറൻസ് href എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ആയിട്ട് എന്താ നമ്മൾ കൊടുക്കുന്നത്, കറസ്പോണ്ടിങ് URL എവിടേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, എവിടേക്കാണോ നമുക്ക് ജമ്പ് ചെയ്യേണ്ടത്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ലിങ്ക്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഹൈപ്പർ ലിങ്കിനെ നമുക്ക് 2 മെത്തേഡിൽ കൊടുക്കാൻ പറ്റും. ആ 2 മെത്തേഡാണ് ഇൻറ്റേർണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും. അതായത് ലിങ്ക് 2 ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വെബ് പേജിൽ. ഓക്കെ, 2 ടൈപ്പിൽ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ ലിങ്കിങ് ആൻഡ് സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ലിങ്കിങ്. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആവുണ്ടാവും അല്ലേ, ഇൻറ്റേർണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും, ഇൻറ്റേർണലും എക്സ്റ്റേണലും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ലിങ്കിങ് എന്താണെന്നാണ് പറഞ്ഞത്. ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് ടു എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ്. അതായത് നമ്മളുടെ വെബ് പേജിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡോക്യുമെൻറ്റിൻ്റെയോ സെയിം സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി, എങ്ങനെ സെയിം ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സെയിം വെബ് പേജിൻ്റെ തന്നെ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അതായത് ഇൻറ്റേർണൽ തന്നെ അല്ലേ, അതിൽ തന്നെ നിന്നുകൊണ്ട് നാവിഗേഷൻസ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ലിങ്കിങ് എന്തായിരിക്കും, അതായത് ലിങ്ക് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ലിങ്കിങ്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ് പേജിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ഹൈപ്പർ ലിങ്കിനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനദർ വെബ് പേജിലേക്ക് നാവിഗേറ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യാം. അതിനെയാണ് നമുക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ലേ, വേറൊരു അതായത് പുറത്തുള്ളൊരു വെബ് പേജിലേക്ക്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് ഡോക്യുമെൻറ്റിലാണോ നിൽക്കുന്നത് ആ ഡോക്യുമെൻറ്റിനെ തന്നെ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ലിങ്കിങ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പിലുള്ള ലിങ്കിങ് ആണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്തൊക്കെയായിരുന്നു, നെസ്റ്റഡ് ലിസ്റ്റ് അല്ലേ. എന്താണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്നുള്ളത് കണ്ടു. ഒരു ലിസ്റ്റിൻ്റെ അല്ലേ, ഒരു ലിസ്റ്റിൽ ചിലപ്പോൾ അതിലൊരു ഐറ്റം ആയിട്ട് മേ ബി കണ്ടെയ്ൻ ആൻ അനദർ ലിസ്റ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെസ്റ്റഡ് ലിസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ലിങ്ക്, ഹൗ ടു ക്രിയേറ്റ് എ ലിങ്ക് ഇൻ HTML അല്ലേ. HTML എങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് അല്ലേ, എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഹൈപ്പർ റെഫറൻസ്, HREF, അതായത് ഹൈപ്പർ റെഫറൻസ് എന്നുള്ളതിനെ ഷോർട്ടാക്കിയിട്ട് HREF എന്ന് പറഞ്ഞ ടാഗ് ആട്രിബ്യൂട്ട്. അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, നമുക്ക് എങ്ങോട്ടാണോ നാവിഗേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ URL ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് എന്തുണ്ടെന്ന് പറഞ്ഞു, ലിങ്കിങ് 2 ടൈപ്പിൽ പോസിബിൾ ആണെന്ന് പറഞ്ഞു, ഇൻറ്റേർണൽ ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ടോപ്പിക് ഒരു ചെറിയൊരു 2 ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഈ 5th ലെസൺ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും ഇതിലത്തെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.